ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലിബ്രെ ഓഫീസ് റൈറ്റർ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതെന്താണ്? അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ടീച്ചർ എന്ന മാഗസീനിലേക്കുള്ള റോൾ ഓഫ് ടീച്ചർ ഇൻ ദ ഇ ഏജ് എന്ന ലേഖനം ഹോമിലെ D.El.Ed ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ article.odt എന്ന ഫയലായി നൽകിയിരിക്കുന്നു. ഈ ഫയൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, വരികൾ ജസ്റ്റിഫൈ ചെയ്യുക. ടെക്സ്റ്റ് ബോഡി ഫോണ്ട് സൈസ് 12 ക്രമീകരിക്കുക. തലക്കെട്ട് ഫോണ്ട് സൈസ് 14 ബോൾഡായി ക്രമീകരിക്കുക. ലേഖനം 3 ഖണ്ഡികകളായി ക്രമീകരിക്കുക. വരികൾക്കിടയിൽ അകലം 1.5 ആയി ക്രമീകരിക്കുക. പ്രസ്തുത ഫയൽ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ D.El.Ed പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു? ആദ്യത്തെ വരി നമ്മൾ വായിച്ചു നോക്കി. റോൾ ഓഫ് ടീച്ചർ ഇൻ ഇ ഏജ് എന്ന് പറഞ്ഞ ലേഖനമാണ്. ഹോമിലെ D.El.Ed ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ article.odt എന്ന് പറഞ്ഞ ഫയൽ ആദ്യം നമുക്ക് കണ്ടെത്തണം. ഓക്കെ, നമ്മൾ നേരെ ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോൾ നേരെ D.El.Ed ഡോക്യുമെന്റ്സ് പറഞ്ഞ ഫോൾഡർ ഉണ്ടായിരുന്നത് ഓപ്പൺ ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം തന്നെ article.odt എന്ന് പറഞ്ഞ ഫയൽ എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി. അപ്പോൾ റോൾ ഓഫ് ടീച്ചർ ഇൻ ദ ഇ ഏജ്, നമ്മൾ ഫയൽ തെറ്റിയിട്ടൊന്നുമില്ല, ഈ ഫയൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ക്വസ്റ്റ്യൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എന്താ? വരികൾ ജസ്റ്റിഫൈ ചെയ്യുക എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻമെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അലൈൻമെന്റ് ഓപ്ഷൻ ഉണ്ട്. ഈ അലൈൻമെന്റ് ഓപ്ഷൻ ലെഫ്റ്റ് അലൈൻമെന്റിലാണ് കിടക്കുന്നത്. കാരണം ഈ റൈറ്റ് സൈഡിൽ എന്താണ്? റൈറ്റ് സൈഡിലും ഒക്കെ ഡിസോർഡർ ആയിട്ടാണ്, അതായത് കൃത്യമായിട്ട് അലൈൻമെന്റ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ എന്താണ്? വെൽ അറേഞ്ച്ഡ് ആയ സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. അതുപോലെ സെന്റർ അലൈൻമെന്റ് ഉണ്ട്. സെന്റർ അലൈൻമെന്റ് ആണെങ്കിൽ സെന്റർ പോർഷൻ ക്ലിയർ ആയിരിക്കും. ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ എന്താണ്? അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കില്ല. അതുപോലെ എന്താണ്? റൈറ്റ് അലൈൻമെന്റ് ആകുമ്പോൾ അലൈൻമെന്റ് എന്താണ്? ഈ പാരഗ്രാഫിന്റെ അലൈൻമെന്റ് റൈറ്റ് സൈഡിൽ ഓക്കെ ആയിരിക്കും, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? കയറി ഇറങ്ങിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്താ? ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഓക്കെ ആണ്. നല്ല ഭംഗിയിൽ പാരഗ്രാഫ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ അലൈൻമെന്റ് ആണ് യൂസ് ചെയ്യുക, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ടെക്സ്റ്റ് ബോഡി ഫോണ്ട് സൈസ് 12 ക്രമീകരിക്കുക. അപ്പം നമ്മൾ നേരെ ഫോണ്ട് സൈസ് 12 എന്ത് ചെയ്തു? ക്രമീകരിച്ചു. അടുത്തതെടുത്ത് തലക്കെട്ട് ഫോണ്ട് സൈസ് 14 ബോൾഡായി ക്രമീകരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? നേരെ തലക്കെട്ട് എടുത്തു. ഫോണ്ട് സൈസ് എന്ത് ചെയ്തു? 14 സെലക്ട് ചെയ്തു. ബോൾഡ് ആക്കാൻ അവിടെ എന്താ? ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഒക്കെ ഉണ്ട്. ഇതിൽ ബോൾഡ് മാത്രം ആക്കിയാൽ മതി. ബോൾഡാക്കി. ഓക്കെ, ദെൻ അടുത്തത് വായിച്ചു. ലേഖനം 3 ഖണ്ഡികകളായി ക്രമീകരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇവിടെ വന്നു. ഇവിടെ ഒരു വരി കഴിഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് ഒരു എൻട്രി കൊടുത്തു. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നമ്മൾ എൻട്രി കൊടുത്തു. ഓക്കെ, ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 സ്പേസ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ടാബ് കൊടുത്താലും മതി. ഓരോ പാരഗ്രാഫിനും ഫസ്റ്റ് ലെറ്റർ തുടങ്ങാൻ കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ അത് കൊടുത്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, വരികൾക്കിടയിലെ അകലം 1.5 ആയി ക്രമീകരിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് വരികൾക്കിടയിലെ അകലം 1.5 ആക്കുക? നമ്മൾ ഈ പാരഗ്രാഫ് ആദ്യം സെലക്ട് ചെയ്തു. കാരണം ഓരോ ചെറിയ ചേഞ്ച് ചെയ്യുമ്പോഴും എന്താണ്? പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൂൾ ബാറിൽ ഇവിടെ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്പേസിംഗ് 1.5 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു സ്പാൻഡറിന്റെ ഷേപ്പിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്താണ്? താഴെ പോയി കഴിഞ്ഞാൽ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്താണ്? 1.5 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതും കണ്ടെത്താൻ പറ്റിയില്ല, ബുദ്ധിമുട്ടായിരുന്നു ഇതും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താണ്? പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ പല ടാബുകൾ ഉണ്ടായിരിക്കും. ഈ പല ടാബുകളിൽ നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്, കണ്ടാ? അതിൽ നമ്മൾ താഴത്ത് പോയി കഴിഞ്ഞാൽ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1.5 ലൈൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? കുറച്ച് കൂടി. ഓക്കെ, കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്രോൾ ചെയ്ത് വീണ്ടും മുകളിലേക്ക് വന്നു. ഇനി എന്താണ് പറയുന്നത് നോക്കി നോക്കാം. പ്രസ്തുത ഫയൽ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ D.El.Ed പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _
ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. PDF ഫോർമാറ്റിലേക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫയലില് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ എന്താ ഉണ്ടാവുക, ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത് ഒരു ODT ഫയലാണ്. അതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ചേഞ്ചസ് നമ്മൾ സേവ് ആവുക ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു കാരണവശാലും കൊടുക്കരുത്. നേരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ്. എക്സ്പോർട്ട് ആസ് PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഫയൽ നെയിം എന്ത് വേണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫയൽ നെയിം ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ, എന്നിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 എന്ന് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏത് ഫോൾഡറിലാണ് വേണ്ടത്? ഹോം ഫോൾഡർ. ഹോം ഫോൾഡറിന്റെ ഉള്ളിൽ എന്താണ് D.El.Ed പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അടിയിൽ എന്താണ് PDF എന്ന് പറഞ്ഞിട്ട് ഫയൽ ടൈപ്പ് കിടക്കുന്നുണ്ട്. അത് തന്നെയല്ലേന്ന് PDF തന്നെയല്ലേന്ന് ഉറപ്പ് വരുത്തണം. കാരണം എന്താ, PDF ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, സേവ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു. കണ്ടോ? അപ്പൊ നമ്മുടെ ഇത് സേവ് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, നേരെ പ്ലേസസില് ഹോം ഫോൾഡർ എടുത്തു. ഹോം ഫോൾഡറിന്റെ ഉള്ളിൽ എന്താണ് D.El.Ed പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്തു. ഇവിടെ കണ്ട നമ്മൾ സേവ് ചെയ്തിട്ടുള്ള PDF അതുപോലെ കിടക്കുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ എന്താ, നമ്മുടെ PDF നല്ല ഭംഗിയിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഫുൾ മാർക്കാണ്. നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. Goodbye. Have a nice day.